എല്ലാവർക്കും നമസ്കാരം. കേരള PSCയുടെ പരീക്ഷകളിൽ സിനോണിംസിനെ പറ്റി ചോദിക്കാറുണ്ട്. 2024 എന്ന വർഷത്തിൽ കേരള PSC നടത്തിയിട്ടുള്ള എല്ലാ സിനോണിംസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഓരോ സിനോണിംസും ഏതൊക്കെ പരീക്ഷയ്ക്കാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴത്തെ ഈ സൈഡിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് മെറ്റിക്കുലസ്. മെറ്റിക്കുലസ് എന്ന് പറയുമ്പം അതിൻ്റെ സിനോണിമാണ് കെയർഫുൾ എന്ന് പറയുമ്പം ശ്രദ്ധയുള്ള, ജാഗ്രതയുള്ള എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ഇതിനകത്ത് വരുന്നത്. മെറ്റിക്കുലസ് എന്ന് പറയുമ്പം കെയർഫുൾ. രണ്ടാമത്തേത് വെനറേറ്റ്. വെനറേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസ്പെക്റ്റ്. റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബഹുമാനം എന്നുള്ള ആ ഒരു ഇതിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെനറേറ്റ്, റെസ്പെക്റ്റ്. അമിക്കബിൾ. അമിക്കബിൾ എന്ന് പറയുമ്പം ഫ്രണ്ട്ലി. ഫ്രണ്ട്ലി എന്ന് പറയുമ്പം സൗഹൃദപരമായിട്ടുള്ള ആ ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. അമിക്കബിൾ, ഫ്രണ്ട്ലി. ഗർലസ്. ഗർലസ് എന്ന് പറയുമ്പം ടോക്കേറ്റീവ്. ടോക്കേറ്റീവ് എന്ന് പറയുമ്പം അധികമായിട്ട് സംസാരിക്കുന്ന ആ ഒരു ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഗർലസ്, ടോക്കേറ്റീവ്. അമെൻമെൻറ്റ്, മോഡിഫിക്കേഷൻ. അമെൻമെൻറ്റ് എന്ന വാക്കിൻ്റെ സിനോണിമാണ് മോഡിഫിക്കേഷൻ. മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പം മാറ്റം വരുത്തുക. നമുക്കിപ്പം കേരളത്തിൽ തന്നെ താറ് ജീപ്പുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഈ മാറ്റം വരുത്തുക എന്നുള്ളതിൻ്റെ ഒരിതാണ് മോഡിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ താർ ജീപ്പിൻ്റെ കാര്യം പറഞ്ഞത്. അമെൻമെൻറ്റ് അതിൻ്റെ മലയാളം വാക്കാണ് ഭേദഗതി എന്ന് പറയുമ്പോൾ മാറ്റം വരുത്തുക. അതായത് മാറ്റം വരുത്തുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് രണ്ട് വാക്കുകളും വരുന്നത്. അമെൻമെൻറ്റ്, മോഡിഫിക്കേഷൻ. ഈ ഒരു ചോദ്യം നമുക്ക് എളുപ്പത്തിന് ഉത്തരം കിട്ടുന്ന കാര്യമാണ്. വീക്ക്, ഫീബിൾ. വീക്ക്, ഫീബിൾ. വീക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെലിഞ്ഞ, ക്ഷീണിച്ച എന്നിങ്ങനെയുള്ള അർത്ഥമാണ്. റിസംബ്ലൻസ്, സിമിലാരിറ്റി. ഇവിടെ സിമിലാരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്യം എന്നുള്ളതാണ്. സാമ്യം, സാദൃശ്യം എന്നിങ്ങനെയുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. റിസംബ്ലൻസ്, സിമിലാരിറ്റി. പിന്നെ വിവിഡ്, വിവാഷ്യസ്. വിവിഡ്, വിവാഷ്യസ്. ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഉജ്ജ്വലമായ, ആവേശപൂർണമായ എന്നിങ്ങനെയുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. വിവിഡ്, വിവാഷ്യസ്. കിൽഡ്, സ്ലെയിന്. കിൽഡ് എന്ന് പറയുമ്പം കൊന്നു എന്ന അർത്ഥമാണ് വരുന്നത്. കിൽഡ്, സ്ലെയിന്. പെൻസീവ്, കണ്ടംപ്ലേറ്റീവ്. പെൻസീവ്, കണ്ടംപ്ലേറ്റീവ്. ദുഃഖ ചിന്തയിൽ ഉള്ള എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. പെൻസീവ്, കണ്ടംപ്ലേറ്റീവ്. കൺവിക്ഷൻ, സ്ട്രോങ് ബിലീഫ്. കൺവിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറ്റം ചുമത്തുക, ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അർത്ഥമാണ് ഇതിൽ വരുന്നത്. കൺവിക്ഷൻ, സ്ട്രോങ് ബിലീഫ്. ഇവിടെ ഞാൻ വീക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പം ക്ഷീണിച്ച എന്നുള്ള അർത്ഥമാണ്. എന്നാൽ WEEK ഉണ്ട്. WEEK. ഇതെന്ന് പറയുമ്പം ആഴ്ച എന്ന അർത്ഥമാണ് വരുന്നത്. ആഴ്ച. ആഴ്ച എന്ന അർത്ഥമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ WEAK എന്നുള്ള ആ ഒരു ഇതിൽ വരുന്നത് ക്ഷീണിച്ച, മെലിഞ്ഞ എന്ന അർത്ഥമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഫ്യൂഡ്, കോറൽ. കോറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഴക്കുണ്ടാക്കുക എന്നുള്ള ആ ഒരു അർത്ഥമാണ് വരുന്നത്. ഫ്യൂഡ്, കോറൽ. ഡോർമെൻറ്റ്, ഇനാക്റ്റീവ്. ഡോർമെൻറ്റ്, ഇൻആക്റ്റീവ്. ഇവിടെ ഇനാക്റ്റീവ് എന്ന് പറയുമ്പം നിഷ്ക്രിയമായ, അലസമായ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഡോർമെൻറ്റ്, ഇൻആക്റ്റീവ്. പ്രിപ്പോസ്റ്ററസ്. പ്രിപ്പോസ്റ്ററസ് എന്ന് പറയുമ്പം contrary to reason or common sense, utterly absurd. Contrary to reason or common sense, utterly absurd. ഇവിടെ പ്രിപ്പോസ്റ്ററസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമവിരുദ്ധമായ, തലകീഴായ എന്നൊക്കെ ഉള്ള ആ ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഇവിടെ 14 സിനോണിംസ് പഠിച്ചു കഴിഞ്ഞു. ഈ 14 എണ്ണത്തിൻ്റെയും റിവിഷൻ ഒന്ന് നോക്കാം. മെറ്റിക്കുലസ്, കെയർഫുൾ. വെനറേറ്റ്, റെസ്പെക്റ്റ്. അമിക്കബിൾ, ഫ്രണ്ട്ലി. ഗർലസ്, ടോക്കേറ്റീവ്. അമെൻമെൻറ്റ്, മോഡിഫിക്കേഷൻ. വീക്ക്, ഫീബിൾ. റിസംബ്ലൻസ്, സിമിലാരിറ്റി. വിവിഡ്, വിവാഷ്യസ്. കിൽഡ്, സ്ലെയിന്. പെൻസീവ്, കണ്ടംപ്ലേറ്റീവ്. കൺവിക്ഷൻ, സ്ട്രോങ് ബിലീഫ്. ഫ്യൂഡ്, കോറൽ. ഡോർമെൻറ്റ്, ഇനാക്റ്റീവ്. പ്രിപ്പോസ്റ്ററസ്, contrary to reason or common sense, utterly absurd. ഞാനിവിടെ മൊത്തം 14 സിനോണിംസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ള 14 സിനോണിംസും നല്ലപോലെ പഠിച്ചോളണം. ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ ഇനി ഏത് വേണമെങ്കിലും
വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യത ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഒരു പഠനം ഒരു സ്മാർട്ട് വർക്കിലോട്ട് പോവുള്ളൂ. ഇഡിയംസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് സ്റ്റഡി വിത്ത് അമൽ എന്ന ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിനകത്തുണ്ട്. ആരോഗ്യക്ഷേമ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് 2021 മുതൽ 2024 വരെയും ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ പദ്ധതികളും ഏതൊക്കെ പരീക്ഷകളിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ എടുത്തെടുത്താണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. പിന്നെ എന്ന് പറയുമ്പം ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻ്റ് ഇടുക. സ്റ്റഡി വിത്ത് അമൽ എന്ന ഈ ചാനലിൻ്റെ അകത്ത് തന്നെ ഞാനാണെങ്കിൽ മുൻവർഷ ചോദ്യങ്ങളുടെ പ്ലേലിസ്റ്റ് വച്ചിട്ടുണ്ട്. അതിനകത്തുള്ള വീഡിയോസ് നിങ്ങൾ കണ്ട് എഴുതിയെടുക്കണം. നിങ്ങൾക്ക് ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ വീഡിയോസാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾ കമൻറ്റ് ഇടുക. എങ്കിൽ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. നിങ്ങൾക്ക് ഇതേ കണക്കത്ത എൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എനിക്ക് കമൻറ്റും സബ്സ്ക്രൈബും തന്നാൽ മാത്രമേ ഇതേ കണക്കത്ത വീഡിയോസ് ഇനിയും ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം എനിക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ.